നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. 10 വയസ്സുകാരനെ പിതാവ് പൊള്ളലേൽപ്പിച്ചതായി ആരോപണം. മൈനാഗപ്പള്ളിയിലാണ് സംഭവം. ആരോപണം നിഷേധിച്ച് ബന്ധുക്കൾ. കുട്ടിയെ SIT ആശുപത്രിയിലേക്ക് മാറ്റി. മക്കൾ ഉപേക്ഷിച്ചതിനെ തുടർന്ന് തെരുവിലലഞ്ഞ കൃഷ്ണമ്മയ്ക്ക് അഭയമായി മാതൃജ്യോതി അഭയകേന്ദ്രം. മങ്ങാട് സ്വദേശിനിയായ കൃഷ്ണമ്മയെയാണ് അഭയകേന്ദ്രം ഏറ്റെടുത്തത്. ജീവകാരുണ്യ പ്രവർത്തകരുടെ സഹായത്തോടെയാണ് അഭയകേന്ദ്രത്തിലെത്തിച്ചത്. MDMA കൊറിയർ വഴി കടത്തിയ കേസിൽ 2ാം പ്രതി പിടിയിൽ. തേവള്ളി ഓലയിൽ സ്വദേശി പ്രണവാണ് പിടിയിലായത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നുമാണ് ഇയാൾ പിടിയിലായത്. വിശദമായ വാർത്തകളിലേക്ക്. മൈനാഗപ്പള്ളിയിൽ 10 വയസ്സുകാരന് പൊള്ളലേറ്റു. അച്ഛനാണ് പൊള്ളലേൽപ്പിച്ചതെന്ന് കുട്ടിയുടെ മൊഴി. കുട്ടിയെ SIT ആശുപത്രിയിലേക്ക് മാറ്റി. എന്താ സംഭവിച്ച മോനെ? ആരാ അച്ഛനോ? മോനെ അച്ഛനാണോ ചെയ്തേ? അച്ഛൻ ചെയ്താണോ മോനെ? കൊല്ലം മൈനാഗപ്പള്ളിയിലാണ് 10 വയസ്സുകാരനെ പിതാവ് പൊള്ളലേൽപ്പിച്ചെന്ന ആരോപണം ഉയരുന്നത്. ജില്ലാ ആശുപത്രിയിൽ ചികിത്സക്കെത്തിച്ചപ്പോഴാണ് സംഭവം പുറത്തായത്. സംശയം തോന്നി ഡോക്ടർ ചോദിച്ചപ്പോഴാണ് കുട്ടി പിതാവിന്റെ ക്രൂരതയെക്കുറിച്ച് വെളിപ്പെടുത്തിയത്. കുട്ടിയെ തുടർ ചികിത്സയ്ക്കായി SIT ആശുപത്രിയിലേക്ക് മാറ്റി. എന്നാൽ ആരോപണം ബന്ധുക്കൾ നിഷേധിക്കുന്നുണ്ട്. 3 ദിവസം മുമ്പ് ജില്ലാ ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സ തേടിയെത്തിയ ശേഷം കുട്ടിയും അമ്മയും മടങ്ങിയിരുന്നു. എന്നാൽ ഇന്ന് വീണ്ടും ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് ഡോക്ടർക്ക് സംശയം തോന്നിയത്. ഇതോടെയാണ് കുട്ടി പിതാവാണ് പൊള്ളിച്ചതെന്ന് വെളിപ്പെടുത്തിയതെന്ന് ആശുപത്രി അധികൃതർ പറയുന്നു. ജില്ലാ ആശുപത്രിയിൽ നിന്നും ശാസ്താംകോട്ട പോലീസിന് ലഭിച്ച വിവരത്തിൽ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം കുട്ടി സ്വയം ചൂടുള്ള കഞ്ഞിവെള്ളം ദേഹത്തേക്ക് ഒഴിച്ചതെന്നാണ് ബന്ധു മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇപ്പോഴാണോ കൊണ്ടുവരുന്നത്? അഡ്മിറ്റ് ആക്കിയില്ല. ഇത്രയും പൊള്ളലുള്ള കുഞ്ഞിനെ ഇന്ന് കൊണ്ടുവരാൻ പറഞ്ഞു കേട്ടോ. എന്താ സംഭവം? ആര്? കുട്ടിയുടെ അച്ഛനോ? അച്ഛൻ പൊള്ളിച്ചല്ലേ? കുട്ടിയുടെ അച്ഛൻ അല്ല, പക്ഷെ കുട്ടി ഡോക്ടറെ അടുത്ത് അങ്ങനെ പറഞ്ഞു എന്നാണ് പറയുന്നത്. പോലീസിന് അങ്ങനെയാണല്ലോ ഇന്റിമേഷൻ ഉള്ളത്. പോലീസിനോട് അങ്ങനെയാണല്ലോ കേസല്ല, പോലീസിനെ അറിയിച്ച അങ്ങനെയാണല്ലോ. കുട്ടി ഡോക്ടറോട് അങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അറിവില്ല, കുട്ടി നിഷ്കളങ്കല്ലേ? ഇപ്പൊ ഇന്നലെ കൊണ്ടുവന്നിട്ട് അഡ്മിറ്റ് ചെയ്യാതെ കുട്ടിയുടെ പിതാവ് മൈനാഗപ്പള്ളിയിൽ ഇല്ലെന്നും പട്ടാഴിയിലാണെന്നുമായിരുന്നു ബന്ധുവിന്റെ പ്രതികരണം. എന്നാൽ കുട്ടിയുടെ ശരീരത്തിലെ പരിക്കുകൾ ശരീരത്തിലേക്ക് സ്വയം തിളച്ച വെള്ളം ഒഴിക്കുന്ന രീതിയിലുള്ളതല്ലെന്നാണ് ആരോപണം. ശാസ്താംകോട്ട പോലീസ് SITയിലെത്തി കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തും. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊല്ലം ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ ഓഫീസ് ഉദ്ഘാടനം വ്യാഴാഴ്ച നടക്കും. ഇതോടനുബന്ധിച്ച് ഒളിമ്പിക് ദിനാഘോഷവും ദേശീയ അന്തർദേശീയ ഒളിമ്പിക് പ്രതിനിധികൾക്ക് സ്വീകരണവും നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കൊല്ലം ജില്ലാ ഒളിമ്പിക്സ് അസോസിയേഷന്റെ പുതിയ ഓഫീസാണ് ജൂൺ 4 വൈകിട്ട് 6 ഉദ്ഘാടനം ചെയ്യുന്നത്. കടപ്പാക്കടയിലാണ് പുതിയ ഓഫീസ് പ്രവർത്തിക്കുന്നത്. മന്ത്രി ബിന്ദു കൃഷ്ണ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. നമ്മൾ ഒളിമ്പിക്സിനെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ, വേറെ മറ്റു കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോ ഇന്ത്യൻ എക്കണോമിയിൽ നമ്മൾ വളരെ താഴെ കടന്നതാണ്. ആ ഇന്ത്യൻ എക്കണോമിയിൽ നമ്മളിപ്പോ 4ാമത്തെ പൊസിഷൻ എത്തി. നമ്മൾ പണ്ട് പേപ്പർ എടുത്തു കഴിഞ്ഞാൽ എക്കണോമിക് പൊസിഷൻ നോക്കുന്നത് തല കുടിച്ചായിരുന്നു. ഇപ്പൊ നമ്മൾ നോക്കുന്നത് തല ഉയർത്തിയാണ്. അതേപോലെ കഴിഞ്ഞ ഒളിമ്പിക്സിൽ എനിക്ക് തോന്നുന്നു മെഡൽ നിലയിൽ 71ാമത്തെ സ്ഥാനത്തായിരുന്നു നമ്മൾ വളരെ തല കുടിച്ചാണ് നോക്കിയത്. പക്ഷെ നമുക്ക് ആ ഇന്ത്യൻ എക്കണോമി വളർന്ന പോലെ ഈ ഒളിമ്പിക്സും ഇന്ത്യയിൽ വളരണം. കാര്യം എക്കണോമി വളരുന്നതിനൊപ്പം തന്നെ സ്പോർട്സും വളരാറുണ്ട്. അപ്പൊ നമുക്ക്
ഈ അഭിമാനത്തോടെ നമ്മൾ ആ മെഡൽ നില തല ഉയർത്തി നോക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷനും കേരള ഒളിമ്പിക്സ് അസോസിയേഷനും ഇപ്പൊ പ്രവർത്തിക്കുന്നത്. അപ്പൊ അതിനായിട്ട് നമ്മള് എല്ലാ ജില്ലകളിലും ഓഫീസ് തുടങ്ങി, അതേപോലെ തന്നെ ഒളിമ്പിക്സ് വളരെ ജനകീയമാക്കുന്നതിന് വേണ്ടി പല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. അതിനുവേണ്ടി ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഒളിമ്പിക്സ് ഡേ വിപുലമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു ജൂൺ 23rd. അപ്പം കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു സംഘാടക സമിതിയും എല്ലാ നമ്മുടെ മന്ത്രിമാരും എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ആ ഒരു ഒളിമ്പിക്സ് ഡേ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഒളിമ്പിക് ദിനാഘോഷവും സംഘടിപ്പിക്കും. ജില്ലാ ഭരണകൂടത്തിന്റെ സഹകരണത്തോടെ 5000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒളിമ്പിക് ഫണ്ട് റൺ, ഒളിമ്പിക് സന്ദേശ പ്രചരണം, വൃക്ഷത്തൈ നടിയിൽ യുവജന പങ്കാളിത്ത പരിപാടികൾ ഉൾപ്പെടെ സംഘടിപ്പിക്കും. കേരളത്തിൽ നടക്കാനിരിക്കുന്ന ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ പങ്കെടുക്കുന്ന ദേശീയ അന്തർദേശീയ പ്രതിനിധികൾക്ക് സ്വീകരണമൊരുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ, കേന്ദ്രമന്ത്രിമാർ, ഏഷ്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രതിനിധികൾ, ദേശീയ കായിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവരെയാണ് സ്വീകരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ജൂൺ 9 കൊല്ലം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ യോഗം ചേരുമെന്നും ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷിബു പ്രഭാകരൻ, സെക്രട്ടറി ജയകൃഷ്ണൻ R, ട്രഷറർ S വിജയൻ, വൈസ് പ്രസിഡന്റ് K രാമഭദ്രൻ എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പോത്തിനെ മോഷ്ടിച്ചതായി പരാതി. ചവറ തോട്ടിനുവടക്ക് സ്വദേശി ജലാധരന്റെ ഉടമസ്ഥതയിലുള്ള പോത്തിനെയാണ് കാണാതായത്. ഇത് സംബന്ധിച്ച് ചവറ പോലീസിൽ പരാതി നൽകി. ചവറ തോട്ടിനുവടക്ക് ജീവൻ നിവാസിൽ ജലാധരന്റെ ഉടമസ്ഥതയിലുള്ള പോത്തിനെയാണ് കാണാതായത്. 12 മാസം പ്രായമുള്ളതാണ് പോത്ത്. കഴിഞ്ഞ ദിവസം 2 യുവാക്കൾ പോത്തിനെ വിൽക്കാനാണോ എന്ന് ചോദിച്ച് വീട്ടിലെത്തിയതായി ജലാധരൻ പറയുന്നു. സംഭവം എന്ന് പറയുന്നത്, വീട്ടിലൊരു പോത്തുണ്ടായിരുന്നു. അതിനെ കൊടുക്കുന്നതെന്ന് ചോദിച്ച് 2 ചെറുപ്പക്കാർ പിള്ളേർ വന്നായിരുന്നു. ആ പിള്ളേർ ചോദിച്ചു കൊടുക്കുന്നതെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നില്ല, അത് കൊടുക്കാനുള്ള പ്രായമായില്ല, കുറച്ചുകൂടെ നാളോട് കഴിഞ്ഞേ കൊടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ആ പിള്ളേരെ വിടുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ ഞങ്ങൾ നോക്കുമ്പോൾ രാവിലെ മുറ്റത്താണ് കെട്ടിയിടുന്നത്. ഇന്ന് രാവിലെ നോക്കിയപ്പം പോത്തിനെ കാണുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടെ എല്ലാം തിരക്കിയതിന് ശേഷം ഞങ്ങൾ സംഘടനകൾക്ക് പോയി പരാതി കൊടുക്കുകയും ചെയ്തു. ആ പരാതിക്ക് ശേഷം അവർ പറഞ്ഞ് അന്വേഷിക്കാൻ അവിടെ CCTV ഉണ്ട്, അത് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് പൊയ്ക്കോ, പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളെ വിട്ടേക്കുന്നത്. എന്നാൽ പോത്തിനെ ഇപ്പോൾ വിൽക്കുന്നില്ലെന്ന് പറഞ്ഞ ജലാധരൻ യുവാക്കളെ പറഞ്ഞു വിട്ടു. ബുധനാഴ്ച രാവിലെ മുതലാണ് പോത്തിനെ കാണാതായത്. സംഭവവുമായി ബന്ധപ്പെട്ട ചവറ പോലീസിൽ പരാതി നൽകി. ന്യൂസ് ബ്യൂറോ, ചവറ. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ യോഗം കൊല്ലം വടയാട്ടുകോട്ട വ്യാപാരി ഭവനിൽ നടത്തി. ഈ മാസം 17 ജില്ലാ കൗൺസിൽ യോഗവും തെരഞ്ഞെടുപ്പും നടത്താൻ തീരുമാനിച്ചു. പാചകവാതക വില നിയന്ത്രിക്കാൻ നടപടി വേണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ യോഗമാണ് വ്യാപാര ഭവനിൽ നടത്തിയത്. സംസ്ഥാന ട്രഷറർ S ദേവരാജൻ ഉദ്ഘാടനം ചെയ്തു. രണ്ടാം ഘട്ടത്തിൽ ചേർന്ന ആളുകളൊക്കെ നമ്മുടെ 2025 ഫെബ്രുവരി മാസം മുതലാണ് അവർ ഈ പ്രതിമാസ ഗഡുക്കൾ അടച്ചു തുടങ്ങിയത്. എങ്ങനെയാണ് അപ്പോൾ അവരടക്കേണ്ടുന്ന ഒരു കണക്ക് അവരെ ആ രണ്ടാം ഘട്ടത്തിൽ ചേർന്ന ആളുകൾ ഈ ജില്ലാ ജനറൽ സെക്രട്ടറി ജോജോ K എബ്രഹാം റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ ട്രഷറർ S കബീർ കണക്കും അവതരിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് M അൻസാരി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ജൂൺ 15 ജില്ലാ കൗൺസിൽ യോഗവും തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനമായി. ഹോട്ടൽ മേഖലയിലെ തൊഴിൽ നഷ്ടപ്പെടുത്തുന്നതിനും വിലവർദ്ധനവിന് കാരണമാകുന്നതുമായ പാചകവാതക സിലിണ്ടറിന്റെ വില നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാരിനോട് യോഗം അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. MDMA കൊറിയർ വഴി കടത്തിയ കേസിൽ 2ാം പ്രതി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അറസ്റ്റിലായി. തേവള്ളി ഓലയിൽ ജയൻ നഗർ 46-ൽ പ്രണവാണ് പിടിയിലായത്. മെയ് 15-നായിരുന്നു രഹസ്യ വിവരത്തെ തുടർന്ന് തേവള്ളിയിലെ പ്രണവിന്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തിയത്. 101.07 ഗ്രാം MDMA ആണ് ഇവിടെ നിന്നും പിടിച്ചെടുത്തത്. കേസിൽ 1ാം പ്രതിയായ പട്ടത്താനം സ്വദേശി വിഷ്ണുലാലിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. മക്കൾ ഉപേക്ഷിച്ചതിനെ തുടർന്ന് തെരുവിലലഞ്ഞ കൃഷ്ണമ്മയ്ക്ക് അഭയമായി മാതൃജ്യോതി അഭയകേന്ദ്രം. മങ്ങാട് സ്വദേശിനിയായ കൃഷ്ണമ്മയാണ് തെരുവിൽ അലഞ്ഞു നടന്നത്. ജീവകാരുണ്യ പ്രവർത്തകരുടെ സഹായത്തോടെയാണ് ഇവരെ അഭയകേന്ദ്രത്തിൽ എത്തിച്ചത്. 3 മക്കള് ആൺപിള്ളേര്
നല്ല രീതിയിൽ തന്നെ നോക്കിയത്. പക്ഷെ നോക്കാൻ നിവർത്തില്ലെങ്കിലും നോക്കി വീട്ടു ജോലി ചെയ്ത് നോക്കി അവരൊക്കെ ഓരോ രീതിയിലായപ്പോൾ അവരെ ഇഷ്ടപ്പെടുന്ന പെണ്ണുങ്ങളെ കെട്ടിച്ചു കൊടുത്ത്. തമിഴ്നാട്ടിൽ ഇരുന്ന് 2 പെൺപിള്ളേരെ കെട്ടിച്ചു കൊടുത്തു. അവർക്ക് മക്കളായപ്പോൾ ഇപ്പൊ എനിക്ക് ഹാർട്ടിന്റെ ബ്ലോക്ക് അവര് എന്നെ നോക്കത്തില്ല, അങ്ങ് തള്ളിക്കളയുക, ചെലവില്ല എന്നൊക്കെ പറഞ്ഞ് 3 പെൺപിള്ളേരാ കൂടുതൽ എന്നോട് കടുങ്കൈ കാണിക്കുന്നത്. എൻ്റെ ആൺപിള്ളേർ നല്ല പിള്ളേരാ, പക്ഷെ അവരെ പറഞ്ഞത് കേട്ടത് എന്നെ ഇല്ലാതാക്കി തള്ളിക്കള. ഈ 2 അണ്ണന്മാരെ ഇപ്പൊ 1 മാസം കൊണ്ട് എനിക്ക് കഞ്ഞി ചോറൊന്നും തിന്നാൻ പറ്റുന്നില്ല. വിവാഹം കഴിഞ്ഞ് പ്രത്യേകമായി താമസിക്കുന്ന 3 മക്കളും നാളുകളായി കൃഷ്ണമ്മയെ വീട്ടിൽ നിന്നും പുറത്താക്കിയ നിലയിലാണ്. ഇതേ തുടർന്ന് പള്ളിപ്പറമ്പുകളിലും ബസ് സ്റ്റോപ്പിലുമായിരുന്നു ഇവർ ഉറങ്ങി വന്നത്. രോഗം വന്നപ്പോൾ കൂടെ നിൽക്കാൻ പോലും ആരുമില്ലാതായി. എല്ലാം ഉണ്ടായിട്ട് എന്നെ മക്കളിങ്ങനെ തള്ളിക്കളഞ്ഞു, നോക്കുന്നില്ല. ഞാൻ മക്കളുടെ കൂടെ നിൽക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു. പക്ഷെ മക്കൾക്ക് എന്നെ വേണ്ടാതായിപ്പോയി. ആശുപത്രിയിൽ പൈസ കൊടുക്കാൻ ചെലവാക്ക്, അത് അവർക്ക് വേണ്ട. എന്നെ വേണ്ടെന്നാ അവർ പറയുന്നത്. മൊത്തത്തില് വേണ്ട. ഞാൻ എന്താ വേണം? ഇപ്പോഴെങ്കിലും ഇവരൊക്കെ സഹായം കൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നു. ഇത്രയൊക്കെ എത്തി. പിന്നെ ഇവിടെ ഇങ്ങനെ നോക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ട്രെയിൻ അടിപ്പെടാൻ. ഇളയവന് മൂത്തവന് എല്ലാരും പറയാം ട്രെയിൻ അടിപ്പെടാൻ. മക്കളെ മാറി മാറി വിളിച്ചിട്ടും ആരും വീട്ടിലേക്ക് കൊണ്ടുപോയില്ല. ഒടുവിൽ കൗൺസിലർ അജീന പ്രശാന്തിന്റെ അടുത്തെത്തി. പൊതുപ്രവർത്തകൻ സാബുവും റിട്ടയർഡ് SI ശ്യാമളനും ചേർന്ന കൃഷ്ണമ്മയെ കിളികൊല്ലൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് പരാതി നൽകി. പോലീസ് പലതവണ മക്കളെ ബന്ധപ്പെട്ടിട്ടും സ്റ്റേഷനിലെത്താനോ അമ്മയെ ഏറ്റെടുക്കാനോ മക്കൾ തയ്യാറായില്ല. ഒടുവിൽ പോലീസ് ജീവകാരുണ്യ പ്രവർത്തകൻ ശക്തികുളങ്ങര ഗണേശന്റെ സഹായം തേടി. മങ്ങാട് ഡിവിഷനിൽ താമസിക്കുന്ന അമ്മയാണിത്. തമിഴ്നാട്ടിൽ നിന്നും വന്ന് താമസിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ അമ്മയെ മക്കളെ വീട്ടിൽ കയറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അടുത്തുള്ള ഒരു പള്ളിയിലാണ് രാത്രിയിൽ കിടന്ന് കഴിഞ്ഞുകൂടുന്നത്. അപ്പോൾ അവിടെയുള്ള എൻ്റെ ഡിവിഷനിൽ തന്നെ സ്ഥിരതാമസക്കാരനായ സാബു എന്ന് പറയുന്ന ചേട്ടനും ശ്യാമളൻ എന്ന് പറയുന്ന അദ്ദേഹം ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഇവർ രണ്ടുപേരും കോൺടാക്ട് ചെയ്ത പ്രകാരം നമ്മളവരുടെ മക്കളുമായിട്ടും ഒക്കെ കോൺടാക്ട് ചെയ്തു. ഇവിടെ സ്റ്റേഷനിൽ പരാതി കൊടുത്തു. CA വിളിപ്പിച്ചിട്ട് കൂടി മക്കള് അമ്മയെ ഏറ്റെടുക്കാൻ തയ്യാറല്ല. അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഒരു ആതുരാലയത്തെ കുറിച്ച് അറിയുന്നതും. ജീവകാരുണ്യ പ്രവർത്തകരായിട്ടുള്ള ശ്രീ ഗണേഷ് സാറിനെയും അതേപോലെ ശ്യാം എന്നിവരെ കോൺടാക്ട് ചെയ്യുകയും അവരെ അമ്മയെ ഏറ്റെടുക്കാൻ സന്മനസ് കാണിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ വേണ്ടുന്ന നടപടികളെല്ലാം പോലീസ് സ്റ്റേഷനിൽ പൂർത്തിയാക്കി അമ്മയെ ഏറ്റവും സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിക്കുകയാണ്. ഗണേശനും സുഹൃത്ത് ശ്യാം ഷാജിയും ചേർന്ന് കൃഷ്ണമ്മയോട് സംസാരിച്ചു. ഭക്ഷണമില്ലാതെ വിശന്നിരുന്ന അവർ ആദ്യം ഭക്ഷണം വേണം എന്നായിരുന്നു ആവശ്യപ്പെട്ടത്. പിന്നീട് കൃഷ്ണമ്മയെ കായംകുളത്തിനടുത്തുള്ള മാതൃജ്യോതി അഭയമന്ദിരത്തിൽ എത്തിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മഴക്കാല മുന്നൊരുക്കം. ആലപ്പുഴ ജില്ലയിൽ എല്ലാ താലൂക്കുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ അടിയന്തരമായി സജ്ജമാക്കാൻ മന്ത്രി M. ലിജു നിർദ്ദേശം നൽകി. മഴക്കാല മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ടുള്ള ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു മന്ത്രി. തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധിയിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണം. തോടുകളിലെ മഴക്കാലപൂർവ്വ ശുചീകരണം ഉടൻ പൂർത്തീകരിക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. മഴക്കാല മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലയിലെ എല്ലാ താലൂക്കുകളിലും ആവശ്യമായത്ര ദുരിതാശ്വാസ ക്യാമ്പുകൾ അടിയന്തരമായി സജ്ജമാക്കാനാണ് മന്ത്രി M. ലിജു കർശന നിർദ്ദേശം നൽകിയത്. മഴക്കാല മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു മന്ത്രി. ക്യാമ്പുകളിൽ അവശ്യ സാധനങ്ങൾ ഉറപ്പുവരുത്തണം. ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധികളിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചുമാറ്റിയെന്ന് ഉറപ്പുവരുത്താൻ ജോയിന്റ് ഡയറക്ടർ LSGDയെ ചുമതലപ്പെടുത്തി. വെള്ളക്കെട്ടുകൾ ഒഴിവാക്കാനായി ഓടകൾ, തോടുകൾ, കനാലുകൾ എന്നിവ അടിയന്തിരമായി വൃത്തിയാക്കണം. ഇതിനാവശ്യമായ നടപടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ സ്വീകരിക്കണം. ജില്ലാ, താലൂക്ക്, പഞ്ചായത്ത് തല കൺട്രോൾ റൂമുകളും വകുപ്പ് തല കൺട്രോൾ റൂമുകളും ഉടൻ പ്രവർത്തനക്ഷമമാക്കണം. മൈനർ ഇറിഗേഷൻ വകുപ്പ് ജലനിരപ്പ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയും ആവശ്യമായ ഓരുമുട്ടുകൾ തുറന്നുകൊടുക്കുകയും വേണം. നീരൊഴുക്ക് സുഗമമാക്കുന്നതിന് തോടുകളിലെ മഴക്കാലപൂർവ്വ ശുചീകരണം ഉടൻ പൂർത്തിയാക്കണം. തണ്ണീർമുക്കം ബണ്ടിന്റെ എല്ലാ ഷട്ടറുകളും തുറന്നതായും ജില്ലയിലെ 617 ഓരുമുട്ടുകളിൽ 521 എണ്ണവും തുറന്നതായും മൈനർ ഇറിഗേഷൻ വകുപ്പ് അറിയിച്ചു. അപകടകരമായ നിലയിൽ നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റുന്നതിന് അപേക്ഷ നൽകിയിട്ടും ദുരന്ത നിവാരണ നിയമപ്രകാരം നടപടി സ്വീകരിക്കുന്നില്ലെന്ന്
കുട്ടനാട് MLA റിജി ചെറിയാൻ യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. പി പ്രസാദ് MLA, AD തോമസ് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് A മഹേന്ദ്രൻ എന്നിവർ യോഗത്തിൽ നേരിട്ട് പങ്കെടുത്തു. MS അരുൺകുമാർ MLA ഓൺലൈനായി യോഗത്തിൽ പങ്കെടുത്തു. ജില്ലാ കളക്ടർ ഷാജി വി നായരുടെ സാന്നിധ്യത്തിലായിരുന്നു യോഗം. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. സെറ്റോയുടെ നേതൃത്വത്തിൽ കൊല്ലത്ത് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. അന്യായമായ സ്ഥലം മാറ്റങ്ങൾ റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് സെറ്റോ പ്രകടനവും യോഗവും നടത്തിയത്. മാനദണ്ഡ പ്രകാരമുള്ള പൊതു സ്ഥലം മാറ്റ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്നും സെറ്റോ ആവശ്യപ്പെട്ടു. നിത്യരോഗികൾ, മാരക രോഗങ്ങൾക്ക് ചികിത്സയിലുള്ളവർ, റിട്ടയർ ചെയ്യാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കുന്നവർ, വനിതകൾ, ക്ലാസ് 4 ജീവനക്കാർ എന്നിങ്ങനെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗങ്ങളിൽപ്പെട്ട ജീവനക്കാരെ പോലും അതിവിദൂര സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നതായി സെറ്റോ ആരോപിച്ചു. ഇതിൽ പ്രതിഷേധിച്ചാണ് ജില്ലാ കേന്ദ്രത്തിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. KGOA സംസ്ഥാന ട്രഷറർ A ബിന്ദു മാർച്ച് ഉദ്ഘാടനം ചെയ്തു. അന്യായവും മാനദണ്ഡ വിരുദ്ധവുമായ സ്ഥലം മാറ്റം അവസാനിപ്പിക്കണമെന്നും മാനദണ്ഡ പ്രകാരമുള്ള പൊതുസ്ഥലം മാറ്റ നടപടികൾ ഉടൻ നടപ്പിലാക്കണമെന്നും സെറ്റോ ആവശ്യപ്പെട്ടു. കൊല്ലം സിവിൽ സ്റ്റേഷന് മുന്നിൽ നടത്തിയ പ്രകടനത്തിന് ശേഷം നടത്തിയ യോഗം KGOA സംസ്ഥാന ട്രഷറർ A ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ഇത്രാം തീയതിയിലെ കത്ത് പ്രകാരമാണ് ട്രാൻസ്ഫർ നടത്തിയിട്ടുള്ളത്, സ്ഥലം മാറ്റം നടത്തിയിട്ടുള്ളത് എന്നുള്ളത് ആ ഉത്തരവിലടക്കം പറയുന്ന തരത്തിലേക്ക് എന്താണോ കാലാകാലങ്ങളായി നമ്മുടെ സർവീസ് മേഖലയിൽ നിലനിന്നിരുന്ന മാന്യത, സ്ഥലം മാറ്റങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള പൊതു മാനദണ്ഡങ്ങൾ അതൊന്നും പാലിക്കപ്പെടാതെ തങ്ങളുടെ ഇച്ഛയ്ക്കനുസൃതമായി രാഷ്ട്രീയ വൈര്യ നിരാധന ബുദ്ധിയോടുകൂടി എല്ലാവരെയും സ്ഥലം മാറ്റിക്കളയാം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി സർവീസ് സംഘടനാ നേതാക്കന്മാർ ഇറങ്ങിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഉടുക്ക് കൊട്ടി കാണിച്ചാൽ പേടിക്കുന്നവരല്ല ഇവിടുത്തെ FSCTO എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാനുള്ളത്. NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം C ഗാഥ, KSTA സംസ്ഥാന സെക്രട്ടറി S സബിത, NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി VR അജു, PSC എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സെക്രട്ടറി R ബിച്ചു, KNTEO ജില്ലാ പ്രസിഡന്റ് P ഷിബു, സെറ്റോ ജില്ലാ പ്രസിഡന്റ് S സന്തോഷ് കുമാർ, ജില്ലാ സെക്രട്ടറി B സുജിത, KGNA ജില്ലാ സെക്രട്ടറി A അനീഷ്, NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ R രമ്യ മോഹൻ, J രതീഷ് കുമാർ, KSTA ജില്ലാ പ്രസിഡന്റ് VK ആദർശ്, RB ശൈലേഷ് കുമാർ, MS ഷിബു, KGOA ജില്ലാ പ്രസിഡന്റ് A അജി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ആളില്ലാതിരുന്ന വീടുകളിൽ മോഷണം. പത്തനാപുരം കടക്കാമണ്ണിലാണ് 2 വീടുകളിൽ മോഷണം നടന്നത്. അന്വേഷണം പുരോഗമിക്കുന്നതായി പത്തനാപുരം പോലീസ് പറഞ്ഞു. ഇത് ഞങ്ങൾ തുറന്നില്ലത്, തുറക്കാത്തത് ആദ്യം ഈ കഥകിന്റെ വീടിനുണ്ട് തുറന്നു കിടക്കും കാറ്റ്. അപ്പൊ ആ എന്തിനും എപ്പോഴങ്ങനെ തുറന്നിരിക്കും ഇപ്പഴ പോയി ചോദിച്ചു. അപ്പം പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ മുമ്പേ അത് പറഞ്ഞു പറഞ്ഞു. അപ്പൊ പക്ഷെ ആ അടിമാറ്റിൽ അവരെങ്ങനെ വെള്ളമൊന്നും താമസിക്കാനുണ്ട്. പത്തനാപുരം കടക്കാമണ്ണിലാണ് ആളില്ലാതിരുന്ന 2 വീടുകളിൽ മോഷണം നടത്തിയത്. CCTV ക്യാമറയും തകർത്തിട്ടുണ്ട്. വീടിന്റെ കതക് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് വെട്ടിപ്പൊളിച്ച നിലയിലാണ്. കടക്കാമണ്ണിലെ ശിവോഹം വീട്ടിൽ അഖിൽ, തച്ചിരേത്ത് വീട്ടിൽ TG എബ്രഹാം എന്നിവരുടെ വീടുകളിലായിരുന്നു മോഷണം. കതകുകൾ പൊളിച്ച് മോഷ്ടാവ് അകത്ത് കടന്നെങ്കിലും ഒന്നും നഷ്ടമായിട്ടില്ലെന്ന് പോലീസ് പറയുന്നു. വീട്ടുകാർ സ്ഥലത്തെത്തിയാൽ മാത്രമേ വിലപ്പെട്ട സാധനങ്ങൾ നഷ്ടമായോ എന്ന് അറിയാൻ കഴിയുകയുള്ളൂ. അലമാരകളും മേശകളും തകർത്ത് വസ്ത്രങ്ങൾ ഉൾപ്പെടെ വാരി വിതറിയ നിലയിലാണ്. അഖിലിന്റെ വീട്ടുകാർ ഡൽഹിയിലും എബ്രഹാമിന്റെ വീട്ടുകാർ വിദേശത്തുമാണ്. വീട്ടുകാരുടെ വിവരങ്ങൾ അറിയാവുന്നവരാണ് മോഷ്ടാക്കളെന്ന് സംശയിക്കുന്നു. ഇവിടെ അടുത്തടുത്ത 2 വീടുകളിൽ കഴിഞ്ഞ ദിവസം കള്ളം കയറുകയുണ്ടായി. അവര് വീട് എന്തോ ഉപയോഗിച്ച് വെൽഡ് ചെയ്ത് പൂട്ട് പൊളിച്ച് ഒരു വീട്ടിലകത്ത് കയറി, ഒരു വീട്ടിലെ അടുക്കളയിലെ മറ്റ് ഡ്രോകളും അങ്ങനെ എല്ലാ മൊത്തം സാധനങ്ങളും വലിച്ചു വാരിയിട്ട് പണവും സ്വർണവും തപ്പിയതാണ്. പക്ഷേ ഈ 2 വീടുകളിലും ഉടമസ്ഥരില്ലാതെ അടച്ചിട്ടേക്കുന്ന വെളിയിലുള്ള ആൾക്കാരാണ്. അപ്പം അടുത്തുള്ള വീടുകളിലൊക്കെ 1-2 പേരും പ്രായമായ ആൾക്കാരും മാത്രം താമസിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് അടിയന്തരമായിട്ട് തന്നെ നടപടി എടുക്കണം. ഇനി അല്ലെങ്കിൽ ഇത് വീണ്ടും ആവർത്തിക്കും. സമീപ വീടുകളിലും മോഷണ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. പത്തനാപുരം, കടക്കാമൺ, പിടവൂർ, അലിമുക്ക്, പിറവന്തൂർ, ഇടന്തറ മേഖലകളിൽ വീടുകളിലും ആരാധനാലയങ്ങളിലും നേരത്തെയും മോഷണ പരമ്പരകൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ശരിയായ അന്വേഷണം നടക്കുന്നില്ലെന്നാണ് ആക്ഷേപം.
മോഷണത്തിന് പിന്നിൽ ഇതര സംസ്ഥാന തൊഴിലാളികളെയും സംശയിക്കുന്നുണ്ട്. 2 വീടുകളിൽ നടന്ന മോഷണത്തിൽ പത്തനാപുരം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. സാമൂഹ്യ മാധ്യമങ്ങളിൽ യുവാക്കളെ മോശക്കാരായി ചിത്രീകരിക്കുന്നതായി പരാതി. ഇതുമായി ബന്ധപ്പെട്ട് യുവാക്കൾ ഫേസ്ബുക്ക് പേജ് അഡ്മിനെതിരെ പരാതി നൽകി. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നതായി പോലീസ് പറഞ്ഞു. ചണ്ണപ്പേട്ട സ്വദേശികളായ വിനോദ്, രഘു എന്നിവരെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഫോട്ടോ ഉൾപ്പെടെ ഉൾപ്പെടുത്തി സമൂഹത്തിൽ മോശക്കാരായി പ്രചരിപ്പിക്കുന്നത്. ഇതേ തുടർന്ന് യുവാക്കൾ ശ്രീ ബ്ലോക്ക് എന്ന ഫേസ്ബുക്ക് പേജ് അഡ്മിൻ ശ്രീജിത്തിനെതിരെ ഏരൂർ പോലീസിൽ പരാതി നൽകി. ഇരുവരുടെയും ചിത്രം ഉൾപ്പെടുത്തി ഒന്നിലധികം തവണ സോഷ്യൽ മീഡിയയിൽ മോശക്കാരായി പ്രചരിപ്പിച്ച് ഭീഷണിപ്പെടുത്തിയതായാണ് പരാതി. അടൂരിൽ പോക്സോ കേസിലെ പ്രതിയുടെ പിതാവിനെ ഭീഷണിപ്പെടുത്തി 10 ലക്ഷം രൂപ തട്ടാൻ ശ്രമിച്ച കേസിൽ ശ്രീ ബ്ലോഗ് ഫേസ്ബുക്ക് പേജ് അഡ്മിനായ ശ്രീജിത്തിനും ഭാര്യയ്ക്കുമെതിരെ അടൂർ പോലീസിൽ നിലവിൽ കേസുള്ളതായും ഇവർ പറഞ്ഞു. കേസിൽ അഞ്ചൽ സ്വദേശി ഉൾപ്പെടെ 2 പേരെ അടൂർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിനോദ്, രഘു എന്നിവർ നൽകിയ പരാതിയിൽ ഏരൂർ പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. അപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് ഇതുകൊണ്ടൊക്കെ ഒരു ചെറിയ എൻ്റെയും ഫ്രണ്ടിൻ്റെയും കൂടെ ഫോട്ടോ ഇട്ടുകൊണ്ട് അവമര്യാദയായിട്ട് സംസാരിക്കുകയും അല്ലെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ടൊക്കെ ഞങ്ങളെ തേജോപതം ചെയ്യാനൊക്കെ ഉള്ളൊരു സംവിധാനം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണെന്നറിയില്ല, എന്തിനാണെന്നറിയില്ല. ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇറങ്ങും എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആക്ച്വലി ഇവിടെ ഇല്ലായിരുന്നു. 10-16 വർഷക്കാലം ഞാൻ ഗൾഫിലായിരുന്നു. 12 വർഷം ആയതേ ഉള്ളൂ. എൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഒരു തെറ്റും ഉണ്ടായിട്ടില്ല. എങ്കിൽ തന്നെ ഇവൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇവനെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ തന്നെ ആൾക്കാരുണ്ട്. അതുകൊണ്ടാവണം നമ്മളെ തേജോപതം ചെയ്യാൻ കൊണ്ട് ശ്രമിക്കുന്നത്. 2 പ്രാവശ്യമായത് 3ാമത്തെ പ്രാവശ്യം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇറങ്ങി. ഇപ്പം ഞങ്ങൾക്ക് റോഡിലോട്ട് ഇറങ്ങാൻ വയ്യാത്തൊരവസ്ഥയാണ്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ആ വീട്ടിൽ ഇത് തന്നെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ നിങ്ങളെ ഒരാളും കൂടെ വരാനുണ്ട്, അവനും കൂടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാ വീഡിയോസ് എല്ലാം ഇറക്കും എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് വീഡിയോസാണെന്ന് നമുക്കറിയില്ല. ഇതൊക്കെയാണ് സത്യാവസ്ഥകൾ. ഇപ്പം നമ്മൾ ഇതിനകത്ത് നിരന്തരം ഇങ്ങനെ പോസ്റ്റ് ഇട്ട് ഞങ്ങളെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് മറ്റുള്ളവർ കാണുമ്പോഴത്തേക്ക് നമ്മളെ നോക്കുന്നതെന്ന് പറഞ്ഞാൽ വേറൊരു രീതിയിലാണ് നമ്മൾ അവരുടെ കാഴ്ചപ്പാടിൽ നമ്മളെ കാണുന്നത്. ജംഗ്ഷനിൽ ഇറങ്ങാൻ വയ്യാത്തൊരു സിറ്റുവേഷനിലായിരിക്കും. അപ്പം ഇവിടെ തന്നെ പോസ്റ്റ് ചെയ്യുന്ന പലരും 1, 2, 3 പേരുണ്ട് ഇവിടുന്ന് പോസ്റ്റ് ഫേസ്ബുക്കിലേക്ക് ഷെയർ ചെയ്യാനൊക്കെ ഉണ്ട്. ഇത് ബ്ലോഗ് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ഷെയർ ചെയ്യുകയും. ഒരു വിനോദാണ്, യഥാർത്ഥ ഒരു വിനോദ്. നിരന്തരമായി മൊബൈലിൽ കൂടെ ഫേസ്ബുക്കിൽ കൂടെ ഈ ശ്രീ ബ്ലോഗ് എന്ന് പറയുന്ന ശ്രീജിത്ത് നിരന്തരം ശല്യം ചെയ്യും. എൻ്റെയും സുഹൃത്തിൻ്റെ ഫോട്ടോയും ഇട്ട് നിരന്തരം ശല്യം ചെയ്യുക. ഇപ്പം 2-3 പ്രാവശ്യമായി ഞങ്ങൾ ഒന്നും മിണ്ടിയില്ല. ഇപ്പം മെനഞ്ഞാന്ന് വീണ്ടും ഞങ്ങളുടെ ഒരു ഫോട്ടോ ഇട്ടിട്ട് ഭയങ്കര പ്രശ്നങ്ങളാണ്. ഞങ്ങളെ ഭയങ്കര വേറെ എന്തോ വീഡിയോ എടുത്ത് പുറത്തിടും എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ചണ്ണപ്പട്ടയിലുള്ള ആൾക്കാർക്ക് മൊത്തം അറിയാം. ഞങ്ങൾ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. രാവിലെ എണ്ണിച്ച് വെട്ടാൻ പോയി, വെട്ടും കഴിഞ്ഞിട്ട് വന്നിട്ട് ഓട്ടോ മേടിച്ചാണ് ഞങ്ങളുടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പുള്ളി ഗൾഫിലിരുന്നുകൊണ്ട് ഭാര്യയുടെ ചിലവിൽ ഇരുന്നുകൊണ്ട് റൂമിലിരുന്ന് ഓരോരുത്തരെ കുറിച്ച് ഇങ്ങനെ വീഡിയോകൾ ചെയ്യുക. അപ്പം 2 പ്രാവശ്യമായി അത് നമ്മൾ ക്ഷമിച്ചു. നമുക്ക് പിന്നെ ഈ പിള്ളേർ വളർന്നു വരുന്നു, 2 ആൺപിള്ളേരാണ് വളർന്നു വരുന്നു. ഇതിൻ്റെ പുറകെ ഉടക്കും പഴക്കമായിട്ടും പോകാൻ നമുക്ക് താല്പര്യപ്പെടുന്നില്ല, സമയമില്ല. പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. നിയമപരമായിട്ട് പോയാൽ മതിയല്ലോ. ഇപ്പം പിള്ളേർ വളർന്നു വരുന്നു. ഇപ്പം മൊബൈലിൽ കൂടെ ഇത് കണ്ടു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് വല്ലാത്തൊരു പ്രയാസങ്ങളാണത്. അപ്പം നമ്മൾ നിരന്തരം ഇങ്ങനെ ആയിക്കൊണ്ട് ഇപ്പോൾ ഒരു പരാതി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഇങ്ങനെ തെറ്റുകൾ ചെയ്തുകൊണ്ടേ. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഭവന നിർമ്മാണത്തിനുള്ള തുക വർദ്ധിപ്പിക്കുന്ന കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. KPMS കൊല്ലം ജില്ലാ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പിന്നോക്ക ജനവിഭാഗത്തിന്റെ ഉന്നമനത്തിനായി ഏറെ മുന്നോട്ടു പോകുമെന്നും മന്ത്രി പറഞ്ഞു. ഭവന നിർമ്മാണത്തിനുള്ള തുക 4 ലക്ഷത്തിൽ നിന്നും വർദ്ധിപ്പിക്കുന്ന കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. KPMS കൊല്ലം ജില്ലാ പ്രതിനിധി സമ്മേളനവും പൊതുസമ്മേളനവും ആദരവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. UDF സർക്കാർ സാധാരണക്കാരുടെ പ്രശ്നങ്ങളും സമൂഹത്തിലെ താഴെത്തട്ടിലുള്ളവരുടെയും എല്ലാ ജനവിഭാഗങ്ങളിൽപ്പെട്ടവരുടെയും പ്രശ്നങ്ങൾക്ക് മുൻഗണന നൽകാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നോക്ക ജനവിഭാഗത്തിന്റെ ഉന്നമനത്തിനായി മറ്റെന്തിനേക്കാളും മുന്നോട്ട് പോകുമെന്നും മന്ത്രി പറഞ്ഞു. ഒരു കാര്യം എനിക്ക് ഉറപ്പ് പറയാൻ കഴിയും, UDF ഗവൺമെന്റ് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ, സമൂഹത്തിലെ താഴെത്തട്ടിലുള്ളവരുടെ പ്രശ്നങ്ങൾ എല്ലാ ജനവിഭാഗങ്ങൾക്കും അർഹമായത് കൊടുക്കാൻ പ്രതിജ്ഞാബദ്ധമാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി മറ്റെന്തിനേക്കാൾ പ്രാധാന്യത്തോടെ മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ബഡ്ജറ്റ് ജൂൺ 19-ാം തീയതി വരാൻ പോവുകയാണ്. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഞാനും പെടുത്തും. എല്ലാ മന്ത്രിമാർക്കും എല്ലാ MLA-മാർക്കും അത്തരം കാര്യങ്ങൾ അറിയാം. ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യും. ലൈഫ് മിഷന്റെ കാര്യം കറക്റ്റാണ്. ഭവന നിർമ്മാണ പദ്ധതികൾ
ജനവിഭാഗങ്ങൾ മാത്രമല്ല എല്ലാവർക്കും പൊതുവിഭാഗങ്ങളിൽ എല്ലാവർക്കും ഈ 4 ലക്ഷമാണ് കൊടുക്കുന്നത്. ഈ പറയുന്നത് പോലെ നിർമ്മാണ സാമഗ്രികളുടെ വില അനിയന്ത്രിതമായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ജോലിക്കൂലി അതിനേക്കാൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ വിഭാഗങ്ങളിലെ ആളുകൾക്ക് മിക്കവാറും വഴിയില്ലാത്ത സ്ഥലത്തായിരിക്കും വീടുള്ളത്. നടന്നു പോകാനുള്ള വഴി മാത്രമുള്ളിടത്താണ് വീട്. അവിടെയാണ് ഈ നിർമ്മാണ സാധനങ്ങളൊക്കെ ചുമട്ടുകൂലി മാത്രം തന്നെ വലുതായിട്ടാകും. അതടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ എല്ലാം കൂടി ഒറ്റയടിക്ക് തീർക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. പക്ഷേ എങ്കിൽ പോലും സർക്കാർ പരമാവധി ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് സാധാരണക്കാരെ സഹായിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. KPMS നേതാക്കളായ അമ്പലം ജി രാമചന്ദ്രൻ, റിജികുമാർ കൈതക്കോട്, MK പുഷ്കരൻ, PK കുഞ്ഞുമാസ്റ്റർ, G സുരേന്ദ്രൻ, അജയൻ റോഡുവിള, രാധാകൃഷ്ണൻ കുന്നത്തൂർ, വിജയകുമാർ പുനലൂർ, ഓമനക്കുട്ടൻ, ദീപു കൊല്ലം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. യുവകഥാകാരിക്ക് BA മലയാളം പരീക്ഷയിൽ 1ാം റാങ്ക്. കൊല്ലം SN കോളേജിലെ വിദ്യാർത്ഥിയായ ചവറ സ്വദേശിനി JR മീരയാണ് കേരള സർവകലാശാലയിൽ നിന്നും മലയാള സാഹിത്യത്തിൽ 1ാം റാങ്ക് നേടിയത്. എഴുത്തും വായനയും കൈമുതലാക്കിയിട്ടുള്ള മീര മലയാള സാഹിത്യത്തിന്റെ ഭാവി വരദാനം കൂടിയാണ്. വീട്ടിലെ അലമാരകളിൽ മനോഹരമായി അടുക്കി വെച്ചിട്ടുള്ള പുസ്തകങ്ങൾക്കിടയിലാണ് പലപ്പോഴും മീരയെ കാണാറുള്ളത്. ഒരുപക്ഷെ മീരയുടെ ഏറ്റവും പ്രധാന സുഹൃത്തുക്കൾ ഈ പുസ്തകങ്ങൾ തന്നെയാണ്. എഴുത്തിനോടും വായനയോടും ഏറെ പ്രിയം. ആദ്യകാലത്ത് മീരയുടെ കഥകൾ അച്ചടിച്ചു വന്നിട്ടുള്ള ആഴ്ചപ്പതിപ്പുകൾ കാണുമ്പോൾ ഉണ്ടാകുന്ന ആഹ്ലാദം ഇപ്പോൾ അതേ ആഹ്ലാദം ഇരട്ടിയായി മീരയുടെ ജീവിതത്തിലേക്കും എത്തി. കേരള സർവകലാശാലയിൽ നിന്ന് BA മലയാളം പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയതാണ് ആ വലിയ നേട്ടം. ഇതോടെ വീടിനും നാടിനും അഭിമാനമായി മാറിയിരിക്കുകയാണ് മീര എന്ന യുവ എഴുത്തുകാരി. വായനയും എഴുത്തുമൊക്കെ കുട്ടിക്കാലം മുതലേ ഒപ്പമുണ്ടായിരുന്നു. UP ക്ലാസ് മുതലാണ് വായിച്ചു തുടങ്ങിയത്. അന്ന് കൊല്ലം പട്ടത്താനം ഗവൺമെൻറ് SNDP UP സ്കൂളിലായിരുന്നു പഠിച്ചത്. അക്കാലത്ത് അവിടുത്തെ അധ്യാപകരിൽ നിന്ന് ലഭിച്ചൊരു പ്രോത്സാഹനമാണ് കവിതയിലേക്ക് വഴി നടത്തിയത്. പിന്നീട് ഹൈസ്കൂളിൽ ചവറ കൊറ്റംകുളങ്ങര സ്കൂളിലാണ് പഠിച്ചത്. അക്കാലത്താണ് കഥയെഴുത്തിൻ്റെ ഭാവുകത്വത്തെ സംബന്ധിച്ച് എനിക്കുള്ള ബന്ധം തിരിച്ചറിയാൻ സാധിക്കുന്നത്. പത്തനാപുരം താലൂക്ക് ഓഫീസിലെ ഡെപ്യൂട്ടി തഹസീൽദാരായ രാജേഷ് ഇൻസിയുടെയും ചവറ കൊറ്റൻകുളങ്ങര GVHSSലെ അധ്യാപിക ജ്യോതിലക്ഷ്മി വിയുടെയും മകളാണ് മീര JR. അച്ഛനും അമ്മയും വാങ്ങിക്കൊടുത്ത പുസ്തകങ്ങൾ വായിച്ചാണ് മീര വായനയുടെ ലോകത്തേക്ക് എത്തുന്നത്. അവിടുന്ന് അങ്ങോട്ട് കവിതയിൽ നിന്ന് കഥയെഴുത്തിലേക്ക് രീതികൾ മാറുകയായിരുന്നു. കൂടുതൽ പുസ്തകങ്ങൾ വായിക്കാനുള്ള പ്രോത്സാഹനം കൊറ്റംകുളങ്ങര സ്കൂളിൽ പഠിച്ച കാലഘട്ടത്തിലാണ് ലഭിക്കുന്നത്. പിന്നീട് 10ാം ക്ലാസ്സിന് ശേഷം +2ൽ ഹ്യൂമാനിറ്റീസ് എടുത്തപ്പോൾ 10ൽ ഫുൾ A+ നേടിയ ഒരാൾ ഹ്യൂമാനിറ്റീസ് തിരഞ്ഞെടുത്തതിനെ പറ്റി ഒരുപാട് സംശയങ്ങളും ആശങ്കകളും ഒക്കെ കേട്ടിട്ടുണ്ട്. പിന്നീട് ഹ്യൂമാനിറ്റീസിൽ ഫുൾ A+ലുപരിയായി ഫുൾ മാർക്കോടെ പാസ്സായപ്പോൾ ബിരുദ പഠനത്തിന് മലയാളമാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് പറഞ്ഞപ്പോഴും ഇതുപോലെയുള്ള ആശങ്കകൾ കേട്ടിട്ടുണ്ട്. ഈ അടുത്ത കാലത്താണ് ഒരാൾ ചോദിക്കുന്നത് ഏറ്റവും എളുപ്പമുള്ള വിഷയം നോക്കിയെടുത്തോ എന്നുള്ളത്. അപ്പോൾ മലയാളം മറ്റെല്ലാ വിഷയങ്ങളെ പോലെ തന്നെ ആഴത്തിലുള്ള വായനയും ഗഹനമായ ചിന്തയും ഒക്കെ ആവശ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഉൾപ്പെടെ മീരയുടെ കഥകൾ പ്രസിദ്ധീകരിച്ചു. നിരവധി ആനുകാലികങ്ങളിലും മീര കഥകൾ എഴുതിയിട്ടുണ്ട്. ആദ്യകാലത്ത് കവിതയോടായിരുന്നു JR മീരയ്ക്ക് ഇഷ്ടം. പിന്നീട് അത് കഥയിലേക്ക് വഴിമാറുകയായിരുന്നു. കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ പുരസ്കാരം ഉൾപ്പെടെ മീരയെ തേടിയെത്തിയിട്ടുണ്ട്. M മുകുന്ദന്റെ കൃതികളാണ് മീര ഏറെ ഇഷ്ടപ്പെടുന്നത്. എങ്കിലും മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരെയെല്ലാം നെഞ്ചോട് ചേർക്കുന്നു. BA പരീക്ഷയിൽ മലയാളമാണ് ഐച്ഛികമായി എടുത്തതെങ്കിലും അധ്യാപനവും സിവിൽ സർവീസും ഒരേപോലെ ഇഷ്ടപ്പെടുന്നുണ്ട് ഈ യുവ എഴുത്തുകാരി. ന്യൂസ് ബ്യൂറോ, ചവറ. പ്രധാന വാർത്തകൾ വീണ്ടും. 10 വയസ്സുകാരനെ പിതാവ് പൊള്ളലേൽപ്പിച്ചതായി ആരോപണം.
മൈനാഗപ്പള്ളിയിലാണ് സംഭവം. ആരോപണം നിഷേധിച്ച ബന്ധുക്കൾ. കുട്ടിയെ SIT ആശുപത്രിയിലേക്ക് മാറ്റി. മക്കൾ ഉപേക്ഷിച്ചതിനെ തുടർന്ന് തെരുവിലലഞ്ഞ കൃഷ്ണമ്മയ്ക്ക് അഭയമായി മാതൃജ്യോതി അഭയകേന്ദ്രം. മങ്ങാട് സ്വദേശിനിയായ കൃഷ്ണമ്മയെയാണ് അഭയകേന്ദ്രം ഏറ്റെടുത്തത്. ജീവകാരുണ്യ പ്രവർത്തകരുടെ സഹായത്തോടെയാണ് അഭയകേന്ദ്രത്തിലെത്തിച്ചത്. MDMA കൊറിയർ വഴി കടത്തിയ കേസിൽ രണ്ടാം പ്രതി പിടിയിൽ. തേവള്ളി ഓലയിൽ സ്വദേശി പ്രണവാണ് പിടിയിലായത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നുമാണ് ഇയാൾ പിടിയിലായത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.